ഹായ് ഫ്രണ്ട്സ്, അപ്പാനി ശരത്തും ഭിൻസിയും തമ്മിലുള്ള അവിഹിതം കയ്യോടെ പൊക്കി അത് എല്ലാവരും കൂടി കണ്ടുപിടിച്ചു, അവരെ പൊക്കിയെടുത്തു എന്നൊക്കെ പറയുന്നില്ലേ. ആ രംഗം, ആ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഈ രണ്ട് പേരാണ് ആ രംഗം പകർത്തിയത് എന്ന് പറയപ്പെടുന്നു. അവർ തന്നെ വന്ന് പറയുന്നുണ്ട്. ഇവർ മാത്രമല്ല പകർത്തിയിരിക്കുന്നത്, വേറെ കുറച്ച് ഒരു 10-20 പേര് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നു ഇത് എയർപോർട്ടിൽ വെച്ചിട്ട് ആരും കാണാതെ എടുത്ത രംഗങ്ങളാണെന്ന് പറയുന്നു. പക്ഷേ ഇത് എയർപോർട്ടൊന്നുമല്ല എന്ന് എടുത്ത വ്യക്തികൾ തന്നെ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാറിലിരിക്കുന്ന ഈ രണ്ട് പേരാണ് വിനു ഹബ്ബ് എന്ന് പറയുന്ന ഈ രണ്ട് ആൾക്കാരാണ് ഈ രംഗം പകർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ, കമൻറ്റ് എഴുതിക്കോളൂ. അപ്പോൾ ഇവർ ഈ വിനു ഹബ്ബ് വന്നിട്ട് പറയുന്നുണ്ട്, ഇത് ചെന്നൈ എയർപോർട്ട് വെച്ചിട്ടൊന്നും നല്ല എടുത്തിരിക്കുന്നത്, ആഫ്റ്റർ പാർട്ടി കഴിഞ്ഞിട്ട് വരികയായിരുന്നു. ബിഗ് ബോസിൻ്റെ പാർട്ടി കഴിഞ്ഞിട്ട് ഇവർ 100 days ഒക്കെ കഴിഞ്ഞ് അനിമോൾക്ക് കപ്പ് കിട്ടി, ആ പാർട്ടി കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് ഇവരുടെ എല്ലാവരുടെയും ബൈറ്റ് കിട്ടാൻ വേണ്ടി ഇവരെല്ലാവരും 10-20 പേരോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അക്ബറിന് ഇവരൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അക്ബറൊക്കെ ഹായ് പോയി എന്നൊക്കെ പറഞ്ഞു പോയി. അതിനിടയ്ക്ക് ഇവർ വന്നു. അപ്പോൾ സരിക, കലാഭവും സരിക, അപ്പാനി ശരത്ത്, ബിൻസി, ഇവർ 3 പേര് നിൽക്കുന്ന സമയത്ത് വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ അപ്പാനി ശരത്തിൻ്റെ കൈയൊന്ന് നീണ്ടു ഈ ഇടുപ്പിലായിപ്പോയി, നമ്മുടെ ഇവളുടെ ബിൻസിയുടെ ഇടുപ്പിലായിപ്പോയി. അത് അത്ര വലിയ തെറ്റൊന്നുമല്ല, അയാൾ അത് കൽപ്പിച്ചിട്ട് ചെയ്തതുമല്ല. അത് നമുക്ക് പോകാം എന്നുള്ള ലെവലിൽ നമ്മളിങ്ങനെ പിടിക്കില്ല ഇടുപ്പിൽ, അല്ലാതെ വേറെ വൃത്തികെട്ട സ്ഥലത്തൊന്നുമല്ല പിടിച്ചിരിക്കുന്നത്, ഇടുപ്പിലാണ് അയാൾ പിടിച്ചിരിക്കുന്നത്. അതിനാണ് ഇത്ര രഹസ്യ വീഡിയോ, ഒളി ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ, രഹസ്യ വീഡിയോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇറക്കുന്നത്. അല്ലാതെ വലിയ വീഡിയോ, വലിയ ബൈറ്റോ, വലിയ ഫോട്ടോസോ ഒന്നുമല്ല. ഈ ഇടുപ്പിൽ പിടിച്ചതിനാണ്. ഇടുപ്പിൽ പിടിച്ചത് നമ്മളിങ്ങനെ ഫ്രണ്ട്സിന്, നിങ്ങൾ കോളേജിലൊക്കെ പഠിച്ചിട്ടില്ലേ, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, അപ്പോൾ ഫ്രണ്ട്സുകളെ നമ്മളിങ്ങനെ പിടിക്കൂലേ, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് പിടിക്കൂലേ, ആ ലെവലിൽ പിടിച്ചിരിക്കുക. ഇവരെന്തോ വർത്താനം പറഞ്ഞ് നിൽക്കണം. ഇവർ ആ മൂഡിലേ അല്ല. ഇവരപ്പാന് വേറെ എന്തോ മൂഡിലും. ബിൻസി ഇത് അറിയുന്നേ ഇല്ല, പിടിച്ചതുപോലും അറിഞ്ഞില്ല. കലാഭവൻ സരിക പോലും ആ രംഗത്തിലേക്ക് ഒന്ന് നോക്കുന്ന പോലും അവരെന്തോ വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ബൈറ്റ് എടുക്കാൻ വേണ്ടി 10-20 പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിൽക്കുന്നതിനിടയിൽ ഇത് കിട്ടി, ഇവർക്ക് ഈ വീഡിയോ കിട്ടി. അപ്പോൾ ഇവരെല്ലാവരും കൂടി തീരുമാനം എടുത്തു അത്രേ അവിടെ വെച്ചിട്ട്, നമുക്ക് ഈ ബൈറ്റ് പുറത്ത് വിടണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അപ്പാനി ശരത്തിൻ്റെ വൈഫിന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബാധിക്കും എന്നിവരെല്ലാവരും കൂടി തീരുമാനം എടുത്തു എന്നാണ് ഈ വിനു ഹബ്ബ് പറയുന്നത്. പക്ഷെ അതിൽ ആരോ ഒരുത്തൻ ഈ ബിൻസിയുടെ തുടർന്നുള്ള വീഡിയോസും ഈ എന്താ പറയുക ഫുൾ ഇൻ്റർവ്യൂസ് കൊടുത്ത് മറ്റുള്ളവരെ കരിവാരത്തേക്ക്, അത് 1 വട്ടം 2 വട്ടം 10 വട്ടം അല്ല, എല്ലായിടത്തും ചെന്ന് ഇതന്നെ പറയുന്നു, കരിവാരത്തേക്കുന്നു, മസ്താനി, അനിമോള്, PR, ചാച്ചൻ്റെ ഓട്ടോ, ഈ തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ബിൻസിക്ക് ഇത് മാത്രം കണ്ടന്റായി നടക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് ദേഷ്യം വന്ന 20 പേരിൽ ഒരാളാണ് ഔട്ടാക്കിയിരിക്കുന്നത്. വിനു ഹബ്ബ് അല്ല പുറത്താക്കിയിരിക്കുന്നത് അയാൾ പറയുന്നുണ്ട്. പക്ഷേ അയാളെ ഫോണിൽ ഈ സംഭവം കണ്ട് ഇവരെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനൊരു വായൽനാവ് മുഖാന്തരം തന്നെ സംഭവിച്ച സംഭവമാണ് ബിൻസിക്ക് ഇത് കിട്ടിയതാണിത്. അപ്പോൾ ഇത് കണ്ടിട്ട് മറ്റുള്ളവരുടെ ഫാൻസ്, ആരുടെ ഫാൻസാണെന്നറിയില്ല, ഫാൻസ് ഇത് കണ്ട് എന്നാൽ ഇത് ഇവളുടെ ഒന്ന് പുറത്ത് വിടാം, ഇവളൊന്ന് എയറിൽ കയറട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ്. പക്ഷേ എയറിൽ ആരും കയറിയിട്ടില്ല. ബിൻസിക്ക് അത് സന്തോഷമായി. ബിൻസിന് കുറച്ച് നാൾ കത്തിജ്വലിച്ച് നിൽക്കുകയാണല്ലോ, സന്തോഷമായി. പക്ഷേ ഇത് സന്തോഷമില്ലാത്ത ഒരേ ഒരു വ്യക്തിയുള്ള അപ്പാനി ശരത്തിൻ്റെ ഭാര്യ. എന്നിട്ട് ഈ വിനു ഹബ്ബ് ഇരുന്ന് പറയുന്നത് നോക്കിയിട്ട് നിങ്ങൾ, ഇതിലിപ്പോൾ തെറ്റൊന്നുമില്ല, ഒരു ഫീലൊന്നും നമുക്ക് തോന്നുന്നില്ല, വെറുതെ ഇങ്ങനെ ഇടുപ്പിൽ പിടിക്കുന്നു, ഇതിപ്പോൾ വലിയ ഫീലൊന്നുമില്ല എന്ന് അവരൊക്കെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. എന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചു ഇത് പുറത്ത് വിടണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇവരെന്ത് വർത്തമാനം പറഞ്ഞു, 2 തരം വർത്തമാനം, 2 തരം സ്റ്റാൻഡോ, ഇതിൽ തെറ്റൊന്നുമില്ല, എന്നിട്ട് ഞങ്ങൾ പുറത്ത് വിടണ്ടെന്ന് തീരുമാനിച്ചു. തെറ്റില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പുറത്ത് വിട്ടുകൂടാ? ഒരാളൊരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഇങ്ങനെ പിടിക്കുന്നത് തെറ്റായിട്ട്, ഇത്രയും ക്യാമറാസ് അവിടെ നിൽക്കുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യമുണ്ട് അല്ലേ? അതുപോലെ തന്നെ പബ്ലിക് പ്ലേസ് ആണെന്ന് ബോധ്യമുണ്ട്. എന്നിട്ട് പോലും അവരങ്ങനെ ചെയ്തുവെങ്കിൽ അവരതൊന്നും വിചാരിച്ചിട്ടല്ല ചെയ്തത്. അത് സാമാന്യ ബോധമുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒളി ക്യാമറയിൽ പിടിച്ചു, മറ്റത് പിടിച്ചു, മറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല മറ്റുള്ളവരെ കുറിച്ച്. എന്തിനാണ് നമ്മൾ ഇത്രയും സദാചാര ആൾക്കാരായി മാറുന്നത്? നിങ്ങളൊക്കെ ഇത്രയും നല്ല ആൾക്കാരാണ്. നമ്മൾ ആരെങ്കിലും ഇത്രയും നല്ല ആൾക്കാരാണോ? നമ്മളൊന്നും ഫ്രണ്ട്സുകളെ പിടിക്കുകയോ അല്ലെങ്കിൽ തൊടുകയോ ഒന്നും ചെയ്തിട്ടില്ലേ? അതൊക്കെ നമ്മൾ മറ്റേ കണ്ണുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലുമല്ല. മറ്റേ കണ്ണിൽ കൂടെ ഒരാൾക്കും ഇങ്ങനെ പബ്ലിക് വേസ് വെച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ മൃഗങ്ങളാണോ? ഒന്നുമല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇമാതിരി വീഡിയോസൊക്കെ? ഇപ്പോൾ ഇയാൾ പറയുന്നു നോക്കുക, ഈ വിനു പറയുന്നത് നോക്കാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷെ ഇത് പുള്ളി ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല. ഞാൻ ഇടത്തില്ല. കാരണം ഇത് ആക്ച്വലി എന്താ പറയുക, ഇത് ഞാൻ മാത്രമല്ല ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു 10-15 പേര് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്കും ഈ ബൈറ്റ് കിട്ടി. പക്ഷെ ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടമായ ഒരു തീരുമാനം എടുത്തു. അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യരുത്. അത് കുറച്ച് നല്ല യൂട്യൂബേഴ്സ്മാർ എല്ലാവരും അനുസരിച്ചു. അത് അപ്ലോഡ് ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടാം.
എയർപോർട്ടിൽ നോ വെച്ചിട്ടാണ് നോ നോ അതാണ് തെറ്റാ. ചെന്നൈ എയർപോർട്ട് അല്ല ആക്ച്വലി. നമ്മുടെ ബിഗ് ബോസിലെ പരിപാടി കഴിഞ്ഞിട്ട് ഇവർ പാർട്ടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സാഹചര്യം, വീട്ടിലേക്കല്ല അവർ റൂമിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ബൈക്കിന് വേണ്ടി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ 10-20 പേര് വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ബൈക്ക് തരാൻ വേണ്ടി ഞങ്ങൾ അവർ കൂട്ടാക്കില്ല, കാരണം രാത്രിയായി. സോ അവർ സമ്മതിച്ചില്ല. പക്ഷെ ഇവർ വരുന്നതും ഇറങ്ങുന്നതും വീഡിയോ ജസ്റ്റ് എടുത്തു വെച്ചു. അതാണ് നോർമലി ഒരു മനുഷ്യന്റെ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയില് വലിയ തെറ്റായിട്ട് അല്ല, എനിക്ക് വലിയ തെറ്റ് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ സൗഹൃദം ഇപ്പൊ ആർജെ ബിൻസിയും അപ്പാനും നല്ല സുഹൃത്തുക്കളാണ്. അപ്പാനിക്ക് ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്. അതെ. പക്ഷെ ആ ഒരു വീഡിയോ നമ്മൾ നോർമലി കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി പെട്ടെന്ന് ഒരു ഫ്രണ്ട്സിനോട് കാണിക്കുന്ന ആ ഒരു അത്രേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് കൈകൊണ്ട് എന്തോ ഒരു സംഭവം ഇങ്ങനെ അല്ല, അതിപ്പം അത് മനഃപൂർവ്വം ആവണമെന്നില്ലെന്നേ. മനഃപൂർവ്വമല്ല എന്ന് അവർ തന്നെ പറയുന്നു. പിന്നെ എന്തിനാണ് ഇവരിത് വിടാൻ അവർ എല്ലാവരും കൂടി ആലോചിച്ചത് വിടണ്ട എന്നത്? എന്നുവെച്ചാൽ മനഃപൂർവ്വമല്ലെന്ന് കണ്ട എല്ലാ വ്യക്തികൾക്കും മനസ്സിലാവും. നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നില്ലേ ഇത് മനഃപൂർവ്വമല്ല. ഇത്രയും ജനങ്ങൾ കൂടി നിൽക്കുന്നിടത്ത് ആരാണിത് ചെയ്യുക? ഇവർക്ക് എന്താ പ്രൈവറ്റ് പ്ലേസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ലേ? ഇവരൊക്കെ ഔട്ടായി പോയിട്ട് എത്രയോ കാലമായി. ഇവർക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് പ്ലേസ് ഒരുപാട് സംഘടിപ്പിക്കാമായിരുന്നു. ഇവരതൊന്നും ചെയ്യാതെ ഇത്രയും പബ്ലിക്കായിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കരുതി കുട്ടി ഒരാൾക്കാരെ മാനം കെടുത്താൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ്. പക്ഷെ ആർജെ ബിൻസി കുറച്ചത് മേടിക്കാൻ അവകാശമുള്ളവളാണ്. ഓക്കെ.